ഇതെന്ത് ചാക്കിനകത്ത്? പൈസയാ സാറേ, 324,000 രൂപ. എണ്ണ തിട്ടപ്പെട്ട രസീതാണ്. ചില്ലറയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? അതെ സാർ. യുവർ ഓണർ, ഇത് ആരെണ്ണനാണ് 24,000 രൂപയുടെ ചില്ലറ? സാറേ, ഞാൻ എണ്ണിയതാ. ഇവള് ജീവിതത്തിൽ എന്നോട് എണ്ണി കണക്ക് പറഞ്ഞോളാ. എണ്ണി എടുത്തോട്ടെ, അഥവാ കൊറോണ അത് കൊടുക്കാൻ ഞാൻ തയ്യാറാ. കാലപാട് മനഃപൂർവ്വം സാറേ. എനിക്ക് വലിവിന്റെ അസുഖമുള്ളതാ. എനിക്ക് പാറ ചൂക്കാൻ പറ്റത്തില്ല. സാറ് കണ്ടതല്ലയോ ഇത് ഞാൻ തന്നെ തൂക്കിയെടുത്തോണ്ട് വരുന്നതിന്റെ പാട്. എനിക്ക് ജീവനാംശം നോട്ടായിട്ട് വേണം സാറേ. സാറേ, ഇത് ഞാനോ എന്റെ അച്ഛൻ്റെ വീട്ടിൽ ഇരുന്ന് അച്ചടിച്ചുണ്ടാക്കിയല്ലേ പൈസ? സർക്കാർ ഉണ്ടാക്കിയതാ സാറേ. 8 മാസമായി സാറേ എനിക്ക് ജീവനാംശം കിട്ടിയിട്ട്. ഞാൻ എത്ര പ്രാവശ്യം ഈ കോടതിയുടെ വരാതെ കയറി ഇറങ്ങിയാണെന്ന്. സാറേ, 8 മാസമായിട്ട് ജീവനാംശം കൊടുത്തിട്ടില്ല എന്നുള്ളത് സത്യമാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ 8 മാസമായി ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ സാറേ? വേണ്ട സാറേ. ഞാനും മക്കളെ ജീവിച്ചിരിപ്പുണ്ടോ തിരക്കിയൊന്ന് ചോദിക്കും സാറേ. തൊഴിലുറപ്പിന് പോയിട്ടാ ഞാൻ എന്റെ പിള്ളേർക്ക് ആഹാരം കൊടുക്കുന്നത്. ഈ മക്കളെന്ന് പറഞ്ഞേ, ഈ മക്കൾ വാഴ കൊലച്ചുണ്ടായതല്ലോ, എന്റെ മക്കളല്ലേ? ഏയ്, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ അല്ല കോടതിയിലല്ലേ. കോടതിക്ക് അതിൻ്റെതായ മാന്യതയും സഭ്യതയും ഉണ്ട്, മനസ്സിലായോ? യുവർ ഓണർ, എൻ്റെ കക്ഷി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. ഐ എം നോട്ട് റെഡി ഫോർ ഇറ്റ്. ജീവനാംശം കൊടുക്കണമെന്ന് വിധിക്കാമെന്നല്ലാതെ അത് നോട്ടായിട്ട് തന്നെ കൊടുക്കണമെന്ന് വിധിക്കാനുള്ള വകുപ്പില്ല. നാണയം നിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ. കൂടെ പുറത്ത കാലത്തന്നെ നടുവഴിച്ചോടിച്ചതാ സാറേ. കുത്തിയിരുന്ന് ചില്ലറയെണ്ണ ഒക്കത്തില്ല. ഇത് ഞാനത് അറിയാം, മനഃപൂർവ്വം സാറേ. എനിക്കിത് എണ്ണാൻ ഒക്കത്തില്ല സാറേ, ഒക്കത്തില്ല. എണ്ണാനൊക്കത്തില്ലെങ്കിൽ ഇത് എണ്ണാതൊക്കത്തുമില്ല സാറേ. ഇത് എണ്ണി തിട്ടപ്പെടുത്തി രസീത് തരാൻ ഞാൻ പോകത്തില്ല. ഇവയ്ക്കിത് എണ്ണാനൊക്കത്തില്ലെങ്കിൽ എനിക്കിത് എണ്ണാതൊക്കത്തുമില്ല. പട്ടി കടിച്ച് ചാവട്ടെ പുല്ല്. ഡോ, താൻ ആ ചില്ലറൊന്ന് എണ്ണി തിട്ടപ്പെടുത്തി കൊടുക്ക്. എന്താടോ ഇത്, കുടുക്ക പൊട്ടിച്ചോ? ഒന്നും പറയണ്ട സാറേ, ചെറിയൊരു പണി കിട്ടിയതാ. തെറ്റാതെ എണ്ണിക്കോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ. 1ൻ്റെ എല്ലാം ഒരുമിച്ച്, 2ൻ്റെ എല്ലാം ഒരുമിച്ചും, 5ൻ്റെയും 10ൻ്റെയും കൂടെ വേറെ വേറെ വെച്ചാൽ എളുപ്പമില്ലേ സാറേ? 5ൻ്റെയും 10ൻ്റെയും ഒറ്റ ഓർമ്മല്ലോ സാറേ, കൂടുതൽ 1 രൂപ തൊട്ടാ. 61 വയസ്സുള്ള ഒരാളെ വശീകരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്വയം പ്രദർശിപ്പിച്ച ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്നത് സാക്ഷികളായ പോലീസ് ഉദ്യോഗസ്ഥരാൽ കാണപ്പെട്ട IT ആക്ടിലെ 8ാം വകുപ്പ് പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു. കുറ്റം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ദാ, ഇറങ്ങിക്കോളൂ, ഉപ്പിട്ടിട്ട് പോണം. അടുത്ത കേസ് വിളിക്കൂ. CC 257/2020 പ്രതി അപൂർണാനന്ദൻ. സാക്ഷികൾ CW 124, ദാമോദരൻ പോറ്റി, കലാദേവി, ബാബുക്കുട്ടൻ, ജഗ്ജീവൻ. ഓൾ വിറ്റ്നസ് പ്രസന്റ്. ആർ യു റെഡി? യെസ്. ആദ്യത്തെ സാക്ഷി വിളിക്കൂ. CW 1 ദാമോദരൻ പോറ്റി. ബാക്കി എല്ലാവരും പുറത്തിറങ്ങി നിൽക്കൂ. ഈശ്വരൻ സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചുകൊള്ളാം. ഈശ്വരൻ സാക്ഷിയായി കോടതി മുൻപാകെ സത്യം മാത്രം ബോധിപ്പിച്ചോളാം. നിങ്ങളുടെ വക്കീൽ എവിടെ? ബഹുമാനപ്പെട്ട കോടതി, വക്കീലില്ല, സ്വന്തമായിട്ട് വാദിച്ചോളാം. ശരി. ചീഫ്, എന്താണ് ജോലി? ഞാൻ മേൽക്കാവ് ഹനുമാൻ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. സംഭവം എല്ലാം അറിയാമല്ലോ അല്ലേ? അറിയാം. എന്താണെന്ന് വിശദമായി പറഞ്ഞോളൂ. ഞാൻ മേൽക്കാവ് ഹനുമാൻ ക്ഷേത്രത്തിന് സമീപമാണ് താമസം. 2/1/2020 പുലർച്ചെ പതിവ് പോലെ ഞാൻ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ക്ഷേത്രത്തിന്റെ വളപ്പിനകത്ത്. നിർത്തി പറയൂ, കോടതിക്ക് എഴുതിയെടുക്കാനുള്ളതാണ്. ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ക്ഷേത്രത്തിന് മുന്നിൽ കുറേ ആളുകൾ കൂടിയിരിക്കുന്ന കണ്ടു. എന്താണെന്ന് നോക്കിയപ്പോൾ സന്യാസിയുടെ വേഷത്തിൽ ഒരാൾ ആൽത്തറയിലിരിക്കുന്നു. ക്ഷേത്രനട തുറക്കാൻ സമയമായതുകൊണ്ട് ഒന്ന് നോക്കിയ ശേഷം ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയി. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ തുറന്നപ്പോ എന്റെ ഭഗവാൻ അവിടെ കാണാനില്ലായിരുന്നു.
എന്റെ ആഞ്ജലിയ ഭഗവാനോടെ കാണാനില്ല. ഓടി വരൂ, ഓടി പൊളിഞ്ഞ് കിടക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ആൽത്തറയിലിരുന്ന സ്വാമിയുടെ സഞ്ചിയിൽ നിന്ന് വിഗ്രഹം കണ്ടെത്തി. എന്നിട്ട് എന്റെ മൊഴിയെടുത്ത് മഹസ്ർ തയ്യാറാക്കി കള്ളനെ അറസ്റ്റ് ചെയ്ത് പോലീസ് അങ്ങ് കൊണ്ടുപോയി. പ്രതിയെ നിങ്ങൾ കണ്ടാൽ തിരിച്ചറിയൂ? അറിയും. ഇവിടെ ഈ കൂട്ടത്തിലെങ്ങാനും ഉണ്ടോ? ആ നിൽക്കുന്ന ആളാണ്. അന്ന് പോലീസ് കണ്ടെടുത്ത വിഗ്രഹം കച്ചിട്ട് പ്രകാരം നിങ്ങൾ തിരിച്ചു വാങ്ങിച്ചായിരുന്നു? വാങ്ങിച്ചായിരുന്നു. നിത്യപൂജയുള്ളതാണ്. ആ ഫോട്ടോ തരും. വിഗ്രഹം കണ്ടാൽ തിരിച്ചറിയുമോ? വിഗ്രഹത്തിന്റെ ഫോട്ടോയാണിത്. ഏത് ഉറക്കത്തിൽ കണ്ടാലും ഞാൻ തിരിച്ചറിയും. എന്റെ അജനയ്യ ഭഗവാനെ. ഫോട്ടോഗ്രാഫ് മേ ബി മാർക്ക്ഡ് ആസ് P1. That's all, Your Honor. ക്രോസ്, നിങ്ങൾക്ക് ഈ സാക്ഷിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. തിരുമേനി പൂജ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? സമാവർത്തനം കഴിഞ്ഞ സമയം തന്നെ പൂജ ചെയ്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ തന്ത്രമന്ത്രാദികൾ നല്ല നിശ്ചയായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും കീർത്തി കേട്ട ശക്തിമുഖ ഹനുമാനെ പൂജിക്കാൻ അവസരം ലഭിക്കില്ലല്ലോ. ശക്തിമുഖ ഹനുമാന്റെ ധ്യാന ശ്ലോകം ഏതാണ്? പരസ്യമായ ഒരു വേദിയിൽ മന്ത്രം ഒരാളുടെ ശങ്ക മാറ്റാനായി ചൊല്ലുക പതിവില്ല. മൂലമന്ത്രം ചൊല്ലാനല്ലേ തടസ്സമുള്ളൂ. ധ്യാനമന്ത്രം ആർക്കും ചൊല്ലാമല്ലോ. അഞ്ജനാ ചന്ദനം വീരം ജാനകി ശോകനാശനെ കബീഷം അക്ഷഹന്താരം വന്ദേ ലങ്ക. ഭയങ്കരം. അഞ്ജന ചന്ദനം വീരം എന്നാണോ അഞ്ജന നന്ദനം വീരം എന്നാണോ? അഞ്ജനാദേവിയുടെ നന്ദനനായ മകനായ വീര ഹനുമാൻ, അങ്ങനെയല്ലേ തിരുമേനി? അങ്ങനെയും ചൊല്ലി കേട്ടിട്ടുണ്ട്. ആഞ്ജനേയ അതിപാടലാനനം കാഞ്ചനാദ്രി കമനീയ വിഗ്രഹം അല്ലേ? ഇതെന്താ അന്താക്ഷരി കളിക്കുകയാണോ അതോ അക്ഷരശ്ലോക മത്സരം? കാവ്യ കേളി. അവിടുന്ന് തങ്ങുന്നത് എവിടെയാണ്? ക്ഷേത്രമക മഠത്തിൽ. ഒറ്റയ്ക്കാവും. കുടുംബം കൂടിയുണ്ട്. ഈ കുടുംബം എന്ന് പറയുമ്പോൾ അകത്തുള്ള ആളും മക്കളും, ഭാര്യയും മക്കളും. ദേവൻ ചൈതന്യക്ഷയ നിമിത്തം ക്ഷേത്രം വിട്ടു പോയിരിക്കുന്നുവെന്ന് ഇതിനോടകം തെളിഞ്ഞിരിക്കുന്നു. കാരണം പൂജാരി നിത്യബ്രഹ്മചാരി അല്ല എന്ന് പറയുന്നു. ശക്തിമുഖ ഹനുമാന്റെ വിഗ്രഹം തന്നെ ആൽത്തറയിൽ പോയിരുന്നാണ്. ദൈവകാര്യങ്ങളിൽ മഹാത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വിഗ്രഹങ്ങൾ സഞ്ചരിച്ചതിന് തെളിവുണ്ട്. പ്രത്യക്ഷമായതിനും തെളിവുണ്ട്, അപ്രത്യക്ഷമായതിനും തെളിവുണ്ട്. പാല് കുടിച്ചതിന് തെളിവുണ്ട്. സ്വയംഭൂവായ വിഗ്രഹങ്ങളുമുണ്ട്. അതൊക്കെ ഐതിഹ്യങ്ങളല്ലേ, സോളിഡ് പ്രൂഫ് ഇല്ലാത്ത കാര്യങ്ങൾ. ഭക്തനെ സംബന്ധിച്ച് വിശ്വാസമാണ് പ്രധാനം. കോടതിയിൽ സാക്ഷി പറഞ്ഞതിനെതിരെ കൗണ്ടർ ചെയ്യാം, അതിനുള്ള തെളിവുകളും നിരത്താം. ശ്രീകോവിലിൽ വിഗ്രഹം കാണാതെ പുറത്തിറങ്ങിയ താങ്കൾ എൻ്റെ സമീപത്ത് വിഗ്രഹം കണ്ടു എന്നാണ് പറഞ്ഞത്. അതെ. ഞാൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് എത്ര ദൂരെയായിരുന്നു വിഗ്രഹം? ഇത്ര ദൂരം വരും. നിങ്ങൾ എന്താ ഈ പറയണേ? അത്രയുണ്ടോ? അല്ല, അദ്ദേഹം പറയട്ടെ സാർ. ഇത്ര 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 ദൂരം. അളവെത്ര? ഒരു 2 മീറ്റർ വരുമായിരിക്കും. 2 അടിയെന്നല്ലേ ഉദ്ദേശിച്ചത്? ഒബ്ജക്ഷൻ യുവർ ഓണർ. സാക്ഷിക്ക് ഉത്തരം കൊടുക്കാൻ പാടില്ല. 2 മീറ്റർ എന്നാണ് സാക്ഷി പറഞ്ഞത്. ആ ദൂരം ഒന്ന് അളക്കൂ. അളക്കുന്നത് അടുത്ത് വന്ന് കാണാൻ അനുവദിക്കണം യുവർ ഓണർ. ഐ ഒബ്ജക്ട്. സാക്ഷിക്ക് അത് ബുദ്ധിമുട്ടാവും. He may intimidate or influence the witness. No, let him come and cross-examine. That's his right. അളന്നോളൂ. സർ 1.65 meters. 1.65 meters. ആ 2 മീറ്റർ അടുത്തുണ്ടല്ലോ. 5.4 അടി വന്നു. ആ, മഹാനുഭാവൻ പറഞ്ഞത് 2 അടി എന്നാണ്. He is not competent to gauge the distance. Accused made him confused. പോറ്റി, നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് കോടതിയോട് പറയാം. മഹാനുഭാവന്റെ വെഞ്ഞാർത്ത് എനിക്ക് മനസ്സിലാഞ്ഞിട്ടൊന്നുമല്ല. കോടതിയായി പോയി.
അളന്ന് ബോധ്യപ്പെട്ടെങ്കിൽ അവിടെ പോയി നിന്നോളൂ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നീളം, വണ്ണം, ഉയരം എന്നീ 3 മാനങ്ങളുള്ള ഒരു ഖരരൂപം മാത്രമായാണ് ഇദ്ദേഹം വിഗ്രഹത്തെ കണ്ടത്. വിഗ്രഹത്തിൻ്റെ കാലം എന്ന 4-ാം മാനവും ആത്മീയം എന്ന 5-ാം മാനവും കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് വിഗ്രഹം മോഷണം പോയതെന്ന് ഇദ്ദേഹം പറയുന്നത് എന്ന് പറയുന്നു. സാറേ എത്രയായി കാണും? 11:30 ആയി കാണും. ഒന്നും മിണ്ടായിരിക്കും, രണ്ടോ എണ്ണം തെറ്റിക്കാതെ. സോറി സാറേ. അടുത്ത സാക്ഷിയെ വിളിക്കൂ. CW2 കലാദേവി. ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചുകൊള്ളാം. ആഞ്ജനേയ ഭഗവാനാണ്, പഴനി ആണ്ടവനാണ്. ഞാൻ ഏറ്റുപറയുന്നു, കോടതി മുൻപാകെ ഞാൻ സത്യം മാത്രമേ പറയൂ. നിങ്ങളുടെ മകളെ മഹാരാജാവിൻ്റെ സദസ്സിലെത്തിക്കാൻ രാജകൽപ്പനയുണ്ട്. മകളോട് പുറപ്പെടാൻ തയ്യാറാകാൻ പറയൂ. ഞാൻ എൻ്റെ കയ്യും കാലം തളർന്നു പോകുന്ന പോലെ ആയിപ്പോയി. രാജാവിന് 2000-ൽ കൂടുതൽ പത്നിമാരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. രാജ്യത്തെ എല്ലാ പെൺകൊച്ചുങ്ങളെയും രാജാവ് പിടിച്ചുകൊണ്ടുപോയി ഭാര്യമാരാക്കി അന്തഃപുരത്തിൽ താമസിപ്പിക്കും. മന്ത്രി ദേഹവ ഇതെല്ലാം രാജാവിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നതെന്ന കേൾവി. എൻ്റെ മകളെ കൊണ്ടുപോയില്ലെന്ന് സജീവത്വനോട് കരഞ്ഞു പറഞ്ഞു. എന്നിട്ട് ഞാൻ കൊട്ടാരത്തിൽ മകളെ അന്വേഷിച്ചു പോയി. കാവൽപ്പടന്മാർ എന്നെ അകത്തേക്ക് കടത്തിവിട്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അലഞ്ഞു നടന്നു. അങ്ങനെ എവിടെയോ ഞാൻ തളർന്നു ബോധം കെട്ട് കിടന്നപ്പോൾ ഒരു സന്യാസി മുഖത്ത് വെള്ളം തെളിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് എല്ലാ നാട്ടുരാജ്യങ്ങൾക്കും കൂടി ഒരു തലസ്ഥാനമുണ്ടെന്നും അവിടെ കോടതിയിൽ പറഞ്ഞ് മകളെ തിരിച്ചു കിട്ടുമെന്നും പറഞ്ഞു. ഞാൻ അവസാനം എൻ്റെ നാട്ടുരാജ്യം വിട്ട് പുറത്തു വന്നു. മഹാരാജ്യത്തെ തലസ്ഥാനത്തെത്തി പ്രസിഡൻസി കോടതി പരാതി കൊടുത്തു. രാജാവ് പീഡിപ്പിച്ച് കൊല്ലാറാക്കിയെന്ന് അവൾ പറഞ്ഞങ്ങുന്നേ. ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചാൽ മതി, അങ്ങുന്നേ ജീവിക്കാൻ അനുവദിച്ചാൽ മതി. നിങ്ങളുടെ മകളെ ബലമായി കൂട്ടിക്കൊണ്ടുപോയ ആളെ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? അറിയാം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്. കൂട്ടിൽ ഇടതുവശത്ത് നിൽക്കുന്നത് അദ്ദേഹമാണ്. യുവർ ഓണർ, വിറ്റ്നസ് ഹാസ് ഐഡന്റിഫൈഡ് ദ അക്യൂസ്ഡ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ക്രോസ് എക്സാമിനേഷൻ. നിങ്ങളുടെ മകളെ പിടിച്ചോണ്ട് പോയതായി പറഞ്ഞല്ലോ. ഈ പിടിച്ചോണ്ട് പോയതായി പറയുന്ന ആൾ രാജമുദ്ര ഉള്ള അംഗവസ്ത്രമായിരുന്നോ ധരിച്ചിരുന്നത്? അതെ. അപ്പോൾ വന്നത് രാജ്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? മനസ്സിലായി. നിങ്ങളുടെ മകളെ രാജ്യത്തിന്റെ പൊതുവായ ആവശ്യത്തിന് നിയമപരമായി കൊണ്ടുപോയതാണ് എന്ന് പറയുന്നു. അങ്ങനെ എനിക്കറിയില്ല. എന്തായാലും മകളെ രാജാവിന് അടിയറവ് വെച്ചു എന്നതും അവളെ അന്തഃപുരത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നതും നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത സംഭവമാണ്. എൻ്റെ മകൾ പറഞ്ഞ കേട്ടറിവാണ്. രാജകൊട്ടാരവും മറ്റും കണ്ട് മതിഭ്രമം ബാധിച്ച നിങ്ങളുടെ മകൾ കളവ് പറഞ്ഞതാണ് എന്ന് പറയുന്നു. ഒബ്ജെക്ഷൻ. ദിസ് ഈസ് എ സ്കാൻഡലസ് ക്വസ്റ്റ്യൻ.
It was something spoken by the victim to her father. My friend should realize that hearsay evidence is not admissible in our legal system. പറഞ്ഞു കേട്ട് അറിവ് വെച്ച ഒരാൾക്കെതിരെ തെളിവ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. We will discuss the legal points later. ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ രാജാവിനെതിരെ പരാതി കൊടുത്തത്? ഒരു ചെറുപ്പക്കാരനായ സന്യാസി. ആളെ കണ്ടാൽ തിരിച്ചറിയുമോ? മുഖം കൃത്യമായി ഓർമ്മയില്ല. അതൊരു സന്യാസിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? രാജ്യത്തിന്റെ ശത്രുവായ അയൽ രാജ്യത്തെ ചാരനായിരുന്നു എന്ന് പറയുന്നു. അങ്ങനല്ല, ഒരിക്കലുമല്ല. ഞാൻ എന്തിനങ്ങനെ ചെയ്യണം? സന്യാസി ശ്രേഷ്ഠനും സന്യാസി വേഷധാരിയായ ചോരനും സന്യാസ വേഷധാരിയായ ചാരന്മാരും ഭിക്ഷുകിയും വേറെ വേറെയാണ്. രാജഭരണത്തിനെതിരെയും പൊന്നു തമ്പുരാനുമെതിരെയും ഗൂഢാലോചന നടത്തുന്ന ചിലർ നിങ്ങൾക്ക് പൊന്നും പണവും തന്ന് തലസ്ഥാനത്ത് പരാതി നൽകിച്ച് രാജ്യദ്രോഹം ചെയ്തു എന്ന് പറയുന്നു. No answer. That's all, Your Honor. Cross-examination for the minister. Who is appearing for the minister? I am appearing for the minister, Your Honor. Any cross? No further cross, Your Honor. Any ring? No ring. ശരിയല്ല, ഇത് ശരിയല്ല. പ്രജാസുഖേ സുഖം രാജ്ഞപ്രജാനഞ്ച ഹിതേ ഹിതം നാത്മപ്രിയം ഹിതം രാജ്ഞപ്രജാനന്ദ പ്രിയം ഹിതം എന്നാണ്. ശരിയല്ല. സ്വാമിക്ക് നല്ല കഴിവാട്ടോ. ഇങ്ങനെ ആർക്കും വാദിക്കാൻ പറ്റില്ല. എല്ലാവർക്കും പറ്റും. എനിക്കും പറ്റുമോ? പറ്റും. എങ്ങനെ? കുണ്ടലിനി മന്ത്രം പഠിക്കണം. പഠിക്കാം. കുണ്ടലിനിയെ ഉണർത്തണം. ഉണർത്താം. സ്വാമി പഠിപ്പിച്ചാൽ മതി. Call the next witness. CW2 ഗോപി കിഷൻ. ദൈവത്തിന്റെയും പൊന്നു തമ്പുരാന്റെയും പേരിൽ കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിച്ചു കൊള്ളാം. ദൈവത്തിൻ്റെയും പൊന്നുതമ്പുരാൻ്റെയും പേരിൽ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ. Proceed. എന്താണ് നിങ്ങളുടെ ജോലി? പാട്ടുകാരനാണ്. ക്ഷേത്രത്തിൽ പാടാൻ പോകാറുണ്ട്. എവിടെയാണ് വീട്? ചിത്രപുരി ഗ്രാമത്തിൽ. ഇവിടെ ഈ കോടതിയിൽ സാക്ഷ്യം പറഞ്ഞ കൃഷ്ണുണ്ണിയെ നിങ്ങൾ അറിയുമോ? അറിയാം. എങ്ങനെ അറിയാം? എൻ്റെ വീടിൻ്റെ അടുത്താണ് കൃഷ്ണനുണ്ണി അമ്മാവൻ്റെ വീട്. സംഭവം നടന്ന ദിവസത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. എന്നാൽ പറഞ്ഞോളൂ. അന്ന് ഞാൻ രാവിലെ ഏറെ വൈകിയാണ് എഴുന്നേറ്റത്. തലേദിവസം രാത്രി ക്ഷേത്രത്തിൽ ഗാനസന്ധ്യ ഉണ്ടായിരുന്നു. അന്ന് കണ്ണുകൾക്കൊക്കെ എന്താ ഒരു തിളക്കം. കണ്ണിലേക്കൊന്ന് നോക്കാൻ പോലും പറ്റില്ലായിരുന്നേ. സൈന്യാധിപനായിരിക്കോ? എന്താ? ആ, നീ എണീറ്റോ? എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? കവലയിലെ കുതിരപ്പുറത്തൊരാൾ വന്നു. വല്ലാത്ത തേജസ്സുള്ള ഒരാൾ. എന്നിട്ട് കുന്നുംപുറത്ത് അപ്പൻ അമ്പലം ചോദിച്ചാ വന്നേ. അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ അമ്പലത്തിലേക്ക് ഓടുമ്പോൾ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഞാൻ ഓടി അമ്പലത്തിലെത്തി. അവിടെ നിന്ന് നോക്കിയാൽ ദേവയാനിയുടെ വീട് കാണാം. ഞാൻ ഭയന്ന് തന്നെ സംഭവിച്ചു. എതിർക്കുന്നത് ആരോടെന്ന് നനച്ചു? നീ കണ്ണുമൂട്, ഇല്ലെങ്കിൽ ഞാനത് ചൂഴ്ന്നെടുക്കും. എൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്തോളൂ. ദേവയാനി വെറുതെ വിടൂ. എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഒന്നും. ദേവയാനിയെ പിടിച്ചുകൊണ്ട് മന്ത്രിദേഹം പോയി. അല്ലെങ്കിൽ തന്നെ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നു? ഈ മാല നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഉണ്ട്. ഞാൻ മന്ത്രിദേഹത്തെ തടഞ്ഞപ്പോൾ അവിടെ പൊട്ടിവീണ അദ്ദേഹത്തിന് തന്നെ മാലയാണിത്. ഞാൻ തെളിവിനായി എടുത്തു വെച്ചതാണ്. മേ ബി മാർക്സ് MO1. ദേവയാനിയെ പിടിച്ചുകൊണ്ട് പോയ ആളെ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ?
That's all, Your Honor. ക്രോസ് എക്സാമിനേഷൻ. അശ്വാരൂഢനായ ഒരാൾ പോയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓടി ദേവയാനിയുടെ വീട്ടിൽ പോകാൻ എന്താണ് കാരണം? സാധാരണ അങ്ങോട്ടേക്ക് ആരും പോവാറില്ല. കവർന്നെടുത്തുകൊണ്ട് പോകാൻ ആ പ്രദേശത്ത് വിലപിടിപ്പുള്ളതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഏറ്റവും വിലപിടിച്ചത് ദേവയാനിയാണ്. നിങ്ങൾക്ക് ദേവയാനിയുമായിട്ട് എന്താണ് ബന്ധം? എനിക്ക് ചെറുപ്പം തൊട്ടേ ദേവയാനി ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇക്കാര്യം നേരിട്ട് ഇതുവരെ ദേവയാനിയോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ദേവയാനിയുടെ വീട്ടിലേക്ക് ഓടിച്ചെന്നത്. ആട്ടെ, വന്നത് എന്ത് കാര്യത്തിനാണെന്ന് അറിയാമോ? ദേവയാനിയെ പിടിച്ചുകൊണ്ടുപോയി രാജാവിന് സമർപ്പിക്കാൻ. അത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? ഊഹിച്ചു. ഊഹിക്കുന്ന കാര്യങ്ങൾ പറയാനുള്ള സ്ഥലമല്ല കോടതി. കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഗന്ധിച്ചതും മാത്രമാണ് തെളിവ്, നിങ്ങളുടെ ഊഹങ്ങളല്ല. അയാളുടെ അഭിപ്രായമാണ് പറഞ്ഞത്. But this is a fact-finding forum, and fact is perceived by sense, not by the whims and fancies of someone. Avoid interfering in the cross examination.